Good evening, all. Hope all are doing good. I'm Radhika. I'm a conservation architect currently associated with Intact Thrissur chapter. On behalf of Intact Thrissur, I welcome you all to this session named Tracing the Roots of Cochin Royal Family on the context of Parayanur Palace conservation. Before we begin, I think we can start with a small silent prayer, like 1 minute. Okay, so I welcome you all. So the whole session of today's session is all about exploring the journey of Cochin royal family, which was previously called as the Perimbadappa Swarupam, and the formation of the kingdom, the Cochin state, and in the context of Parayanur. The Parayanur temple was the royal, the deity of the royal family. So the whole purpose of this session is actually to bring more awareness and to bring in more critical discussions on the issues that heritage is facing, the kind of challenges that we are facing in the context of Kerala mainly. So let's begin. First, I would like to welcome architect Vinod Kumar, who is the convener of Intact Thrissur chapter, the chairman of Indian Institute of Architects, Thrissur, and also a renowned architect in the field of heritage conservation in Kerala. Over to you, sir. Am I audible? Yes, sir. So, ഇവിടെ വന്ന എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ആശ ടീച്ചറും പിന്നെ രമേശൻ sir and other distinguished guests. I think many from the Cochin family, royal family is also there. അപ്പോൾ വന്ന എല്ലാവർക്കും സ്വാഗതം. ഇത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞങ്ങൾ ആലോചിക്കാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ when we started with it, ഞങ്ങൾക്ക് തന്നെ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് എവിടുന്ന് വന്നു, ഈ ഫാമിലി എങ്ങനെ വന്നു, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻസ്, അപ്പൊ എങ്ങനെ പഴയന്നൂര് വരാനിടയായി, ഓർ അത് കഴിഞ്ഞിട്ട് ഇപ്പോ മട്ടാഞ്ചേരി എപ്പത്തി, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറ എപ്പത്തി, ഈ വരാനുള്ള എങ്ങനെ മാറി. ഞങ്ങൾക്ക് തന്നെ ആസ് വി ആർ നോട്ട് ഹിസ്റ്റോറിയൻസ്, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള കുറെ സംശയങ്ങൾ ഞങ്ങൾക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഒക്കെ അഗെയിൻ ഈ പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴാണ് ഈ പാലസ് ഉണ്ടായത്? അത് 1600s-ലാണോ 1700s-ലാണോ അതോ അതിന് മുമ്പാണോ? അതിലൊരു ആർക്കിടെക്ചറൽ ടൈപ്പോളജി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് ഈവൻ ഓൾഡർ. പക്ഷെ അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാവും, ഒരു 500 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ഒക്കെ അവിടെ ഉണ്ടാവും. ഇതിലൊന്നും രേഖകൾ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. മീൻസ് അതിന്റെ ഒരു ഏജ് കാണിക്കുന്ന രേഖകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് എ റിസർച്ച്. അപ്പൊ അത്തരത്തിലൊരു റിസർച്ച്, ഇത്തരത്തിലൊരു അന്വേഷണം ചെയ്തിട്ടുള്ള കുറെ വ്യക്തികൾ ഈ ഗാദറിംഗിൽ തന്നെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു ഫീലിംഗോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെമിനാർ ഓർഗനൈസ് ചെയ്യാന്ന് വിചാരിച്ചത്. ബിക്കോസ് നമുക്ക് പലപ്പോഴും ഈ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സിനെ ഒക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ വി ലാക്ക് ദ ഹിസ്റ്ററി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഹിസ്റ്ററിയുടെ പോരായ്മ, മാത്രമല്ല അതിനെ നാട്ടുകാരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയും കൂടിയും പലപ്പോഴും നമുക്ക് അതിന്റെ ഒരു കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ എന്തുകൊണ്ട് ഈ പാലസ് പൊളിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പൊളിക്കണം തീരുമാനിച്ചു, കൊച്ചിൻ ദേവസ്വം ബോർഡിനോ അവിടുത്തെ ആൾക്കാർക്ക് അറിയാമായിരിക്കും. പക്ഷെ അതിന്റെ ഒരു പ്രാധാന്യം അറിയില്ല. അപ്പൊ ദേവസ്വം ബോർഡിലൊക്കെ ആദ്യം ഞാൻ പോയി സംസാരിക്കുമ്പോൾ അവിടെ ഒരു പഴയ ബിൽഡിംഗ് നിൽക്കണം, അതിനിപ്പോ എന്താ അറിയില്ല, അതെപ്പോ വേണമെങ്കിൽ വീഴാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വി കാൺ ബ്ലെയിം ദം ടോട്ടലി. എന്നുവെച്ചാൽ ആ രീതിയിലുള്ള ഒരു പ്രക്രിയ ഐ തിങ്ക് ഇസ് ലാക്കിംഗ്, നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല അത്. അപ്പൊ അത് എന്തുകൊണ്ട് അത് പ്രാധാന്യം, ഇപ്പൊ ആശ ടീച്ചറൊക്കെ ആയിട്ട് നേരത്തെ സംസാരിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു, അത് കൊച്ചിൻ റോയൽ ഫാമിലിയുടെ ഒരു പക്ഷെ ഫസ്റ്റ് എക്സിസ്റ്റിംഗ് ലിവിംഗ് ബിൽഡിംഗ് ആയിരിക്കും ഇപ്പൊ ഉള്ളത്. എന്താ കാരണം വെച്ചാൽ ആശ ടീച്ചർ വുഡ് ബി എക്സ്പ്ലെയിനിങ് മോർ അബൌട്ട് ഇറ്റ്. പെരുമ്പടപ്പ് എന്നുള്ള സ്ഥലത്ത് ഇപ്പൊ അങ്ങനെ ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു ഒന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ നമുക്കത് അഗെയിൻ അതിനോട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ
ഇപ്പൊ നമ്മൾ കൂത്താമ്പള്ളിയുടെ കുറച്ച് റിസർച്ച് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇന്റാക്ഷൻ. അപ്പൊ എങ്ങനെ കൂത്താമ്പള്ളിക്കാര് കൊച്ചിൻ റോയൽ ഫാമിലീസിന് അവർക്ക് വേണ്ടി നെയ്യാൻ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്, കർണാടകത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ എങ്ങനെ ഇത് രണ്ടും അടുത്തടുത്താണ്, അപ്പൊ അത് തമ്മിൽ വല്ല ലിങ്കേജസ് ഉണ്ടോ? അതേപോലെ വേറെ കുറച്ചൊരു റിസർച്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട 1-2 അമ്പലങ്ങളിൽ പോയപ്പോ വടക്കാഞ്ചേരിയുടെ അടുത്തായിരുന്നു പാലിയം വീട്ടുകാരെന്ന് പറയുന്നത്. വടക്കാഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇതിന്റെ അടുത്താണ്. അപ്പൊ എഗെയിൻ അവിടുന്നാണോ പിന്നെ ചേന്നമംഗലത്തേക്ക് പോയത്? അപ്പൊ ഇത് രണ്ടുപേരുടെയും മൂവ്മെന്റിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് വിച്ച് വി റിയലി ഡോണ്ട് നോ. അപ്പോ അതൊരു എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. പിന്നെ വീണ്ടും ഈ ഒരു ബിൽഡിംഗ് എന്താക്കി മാറ്റാം, വൈ കാൺ ബി ഹാവ് എ ഹിസ്റ്ററി, ഒരു ചരിത്രം പറയുന്ന ഒരു സ്ട്രക്ചർ ആക്കിക്കൂടെ? അപ്പൊ ഐ തിങ്ക് ഫൈനലി ഇതില് കൊച്ചിൻ റോയൽ ഫാമിലിയിൽ പെട്ട മെമ്പേഴ്സിന് തന്നെ വളരെയധികം ഒരു സേ ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അപ്പൊ അതും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്ലൈഡ്സ് കാണിക്കാം. എനിക്ക് എന്റെ ഒരു ടോക്ക് വല്ലാണ്ട് നീട്ടണം എന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ടറി ടോക്ക്. അല്ല, ആദ്യത്തെ ഒരു സ്ലൈഡ്, ഫസ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത് 5 സ്ലൈഡ് മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഇപ്പൊ ഒരു ഹെറിറ്റേജ് എന്താണ് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഐഡന്റിഫിക്കേഷൻ തന്നെയാണ്. ഇത് ഹെറിറ്റേജ് ആണ് എന്നുള്ള മനസ്സിലാക്കല്, അത് റിസ്കി ആണ്, അത് എപ്പോ വേണമെങ്കിൽ വീഴാം എന്നുള്ള മനസ്സിലാക്കൽ, അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. അപ്പൊ അത് ഹെറിറ്റേജ് ആണെന്നുള്ള മനസ്സിലാക്കലാണ് ആദ്യം വേണ്ടത്. അതിപ്പോ ആശ ടീച്ചറുടെ പോലെ ഒരാള് കണ്ടതുകൊണ്ട് മാത്രമാണ് ഓക്കെ ഇത് റിസ്കിയാണ് അല്ലെങ്കിൽ ഇതിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. പലപ്പോഴും അത് മനസ്സിലാവില്ല. ഇപ്പൊ കുറച്ച് ആൾക്കാര് അല്ല ഞാൻ ടോക്കിംഗ് അബൌട്ട് ഇപ്പൊ ഒരു 100 മോണുമെന്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ 2-3 സ്ട്രക്ചേഴ്സിനെ ഇത്തരത്തിൽ മനസ്സിലാക്കൽ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ ഭാഗ്യത്തിന് അവിടെ കാണാനിടയായി, അതുകൊണ്ട് നമുക്ക് ഇടപെടാൻ പറ്റി. അതല്ലാതെ 100 കണക്കിന് സ്ട്രക്ചേഴ്സ് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി. അത് നമുക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല, പലപ്പോഴും അതിന്റെ ഒരു ഡീറ്റെയിൽ ഐഡന്റിഫിക്കേഷൻ ഇല്ല. ഓക്കെ, ആർക്കിയോളജിക്കൽ മോണുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ഒരു ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സിന്റെ ഒരു വളരെ ചെറിയ ശതമാനമാണ്. അപ്പൊ അതിൽ കവിഞ്ഞ് എത്രയോ സ്ട്രക്ചേഴ്സ് ഉണ്ട്, തറവാടുകളുണ്ട്, വീടുകളുണ്ട്, വേറെ വീടുകളുണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്. അതൊന്നും പലപ്പോഴും അറിയുന്നില്ല, മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഹെറിറ്റേജ് ആണെന്നുള്ള മനസ്സിലാക്കില്ല. പിന്നെ പഴയന്നൂർ കൊട്ടാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ലോക്കൽ കേബിൾ ടി വി ഓപ്പറേറ്റർ വിനോദ് എന്ന് പറഞ്ഞ ഒരാള്, ആളുടെ ഒരു ചാനലിൽ ഒരു 3 മിനിറ്റിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് കിട്ടും, വിച്ച് ആശ ടീച്ചർക്കും മറ്റുള്ളവർക്കും ആ ക്ലിപ്പിംഗ് കാണാനിടയായി. ഇത് പൊളിക്കാൻ പോവുകയാണ്. അപ്പൊ ഈവൻ ആ കേബിൾ ടി വി ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഇത് അറിയുമായിരിക്കില്ല. അപ്പൊ ഇറ്റ്സ് ലൈക്ക് വെരി സ്മോൾ ഇൻസിഡൻസ്. അതൊരു ഐഡിയൽ സിറ്റുവേഷൻ അല്ല എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. ദർ ഷുഡ് ബി സിസ്റ്റംസ് ടു ഐഡന്റിഫൈ, അത് ലിസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. ഇൻടാക് ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് വളരെ ചെറിയ ഇൻടാക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്പേഴ്സ് ആർ വെരി ലെസ്. ഇതൊക്കെ ഒരു ഗവൺമെന്റ് ലെവലിൽ കുറേം കൂടി ലാർജർ പെർസ്പെക്റ്റീവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കോളേജുകൾ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങളാണ് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സെമിനാറിലേക്ക് അല്ലെങ്കിൽ ഒരു ടോക്കിലേക്ക് ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിപ്പോ തുടക്കത്തിൽ ഞങ്ങൾ അവിടെ പോയപ്പോ കണ്ടതാണ്. അത് അതിന്റെ JCB ആണ്. അതൊരു പക്ഷെ കുറച്ചൊരു സിംബോളിക് ആയിട്ട് തന്നെ പറയാം. എന്താ വെച്ചാ എപ്പൊ തന്നെ നമുക്ക് ഒരു സെക്കൻഡ്, ഫസ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത് 1-2 പേര്, few people are asking for English. We don't mind talking in English, but I think there will you can suggest, should we do it in English or Malayalam? I think it's better we do a mix. Sujata Shankar is a convener for Chennai, I believe. So she just sent a message. So I think we'll go to the first slide again. Yeah, this is showing the Minglish is good, Satish. We'll try to do Minglish. Yes, and this showing the JCB here and the small palace behind. It's a bit symbolic also. Next one. ഇത് again public opinion create ചെയ്യുന്ന ഭയങ്കര പ്രാധാന്യമാണ്. But recently we had this experience of Kudalmanikyam Gopuram, where someone had done this work and there was a big public outcry. അത് ഒരുപക്ഷെ ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ മോണുമെന്റിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. Where there were trolls, there were social media, മാതൃഭൂമിയിൽ ആർട്ടിക്കിൾസ് വന്നു. പിന്നെ പഴയന്നൂർ പാലസിനെ പറ്റി മാതൃഭൂമി ആർട്ടിക്കിൾ വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ us, നമ്മൾ ഈ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ.
So I think local opinion has a value much more than anything. അതിന്റെ ഒരു പ്രാധാന്യം is quite a bit. അപ്പൊ ഒരുപക്ഷെ കൂടൽമാണിക്യത്തിലും അടുത്ത് സംഭവിച്ചത് for the first time that ഒരു ആർക്കിടെക്ചറൽ മോണുമെന്റ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചറിന് അല്ലെങ്കിൽ കൺസർവേഷന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഔട്ട്ക്രൈ ആദ്യമായിട്ടാവും ഒരിക്കൽ ഉണ്ടായിട്ടുണ്ടാവുക. നെക്സ്റ്റ്, അപ്പൊ ദാറ്റ് ഷോസ് ഹൗ മച്ച് ദ പീപ്പിൾ ആർ കണക്റ്റഡ് ടു ദ പ്ലേസ്, ലൈക്ക് ഓണർഷിപ്പ്. പിന്നെ ലീഗൽ സപ്പോർട്ട് സിസ്റ്റം, ഹൗ മച്ച് ഓഫ് എ ലീഗൽ സപ്പോർട്ട് സിസ്റ്റം വി ഹാവ്. അപ്പൊ അത് എവരി വൺ ഇസ് ഇൻവോൾവ് ഇൻ ഇറ്റ്, ആർക്കിയോളജി, MLA, collector, panchayat. I'm just showing the Ottapalam court building now, which is again there are talks of it getting demolished. Appo these are the people who should give the protection for heritage. അതുകൊണ്ടാണ് ഞാൻ ഈ കോർട്ട് ബിൽഡിംഗ് കാണിക്കാൻ കാരണം. And this building itself is in a talk whether it will get pulled down and things like that. So that shows how much there is a gap within our system with regard to heritage. Next. And then again, what do we do next? We need to prepare drawings, we need to have reports, damage assessment ചെയ്യണം. അത്തരത്തില് there is a lot of work there, and there are enough conservation architects also there, but most of us don't get, or most of them don't get the chance to work, because അപ്പോഴേക്കും പല monuments പോയി കഴിഞ്ഞിട്ടുണ്ടാവും. And this is Menacheri building in Thrissur, which was a very important building right in the Swaraj round. It just got demolished for some small reason. But now the strange part is we don't have a drawing for this structure. Even if someone wants to recreate, there is no plan, there is no elevation, nothing is there. So corporation is planning to do something, and they're planning to do from their imagination of some of these photographs. അപ്പോൾ all of us can imagine അതിന് പല പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെ റീക്രിയേറ്റ് ചെയ്താന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോ പല പല മോണുമെന്റ്സ്, പല ഇമ്പോർട്ടന്റ് സ്ട്രക്ചേഴ്സിന്റെയും ഡ്രോയിങ്സ് ഇല്ല. I think that's the first step. ഇപ്പൊ ഒറ്റപ്പാലം കോടതി ആണെങ്കിലും നമുക്ക് ഡ്രോയിങ്സ് വേണം. നെക്സ്റ്റ്. And I think this is the last slide. അപ്പോൾ ഇതിന്റെ അഗെയിൻ നമുക്ക് അതിനൊരു എക്കണോമിക്സ് കണക്ട് ചെയ്യണം. അപ്പൊ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൺസർവേഷൻ ഇസ് വെരി സ്ട്രോങ്ലി കണക്റ്റഡ് ടു ദ എക്കണോമിക്സ് ഓഫ് ദ പ്ലേസ്. അത് ഇവിടെ പലപ്പോഴും നടക്കുന്നില്ല. അത് എങ്ങനെ, ഹൗ വി സസ്റ്റെയിൻ ദ പ്രോജക്ട് എന്നുള്ളതിനെ പറ്റി ദർ ഷുഡ് ബി ലാർജർ ഡിസ്കഷൻസ് ഓവർ ഇറ്റ്. ആൻഡ് ഹൗ ഡു വി മാനേജ് ദ പ്രോജക്ട്, അത് പ്രോജക്ട് കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും. ഇപ്പൊ അഗെയിൻ പഴയന്നൂർ പാലസ് ഇസ് എ ഗുഡ് എക്സാമ്പിൾ. ഹൂ വിൽ ഡു, വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ വി ഡു, ആര് മാനേജ് ചെയ്യും, അതില് ഗവൺമെന്റ് ചെയ്യോ അതോ ടൂറിസം ചെയ്യോ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്യോ, ഡസ് ദ പാലസ് ഹാവ് എനി, the royal family have any say in that? അപ്പൊ അത്തരത്തില് there needs to be larger discussions through which we come to some kind of a conclusion, or അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിലേക്ക് പോവാം. ഇത്രയും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. Now we will go to the more interesting part, history and the other details. So yeah, over to you, Radhika. Thank you so much, sir, for setting the whole context of this session. So next we have Dr. Ashalada Tamburan. Ma'am is a renowned, one of the senior academician in the field of architecture, an educationist. She was a former principal of College of Engineering, Trivandrum, and also currently the executive director of Mohandas College of Engineering, and also a member of Cochin Royal Family, and who had played a very significant role in saving this Parayanur Palace. So over to you, ma'am. Thank you, Vinod. I must first of all I must thank Vinod for having taken up my request of conserving Parayanur Palace. My association with this project actually started about 4 years back when I prepared a documentary evidence of the route from where the Kochi royal family has originated and how they have landed up in Tripunithura. As part of the quest, I traveled the entire route starting from Tiruvanchipuram. The beginning of the Kochi royal family starts during the reign of Cheraman Perumal, the last king, Chera king of the second Chera dynasty. And the legend says that when he went on a pilgrimage, he left the entire country divided among his sons and nephews. And one nephew, that's a son of his sister, a sister was married to Perimbadappa at Vanneri,
and the son of the nephew of Cheraman Perumal is the first king, non-king of Kochi royal family, Veera Kerala Varma. And Kochi royal family was staying in that place for quite some time, but nothing was known till 1503 when Samudri has invaded Kochi at Perimbadappa, and then Kochi royal family has to shift from Perimbadappa. And they have shifted from Perimbadappa to a nearby place, Koipalli. And from Koipalli, again after the invasion of Samudri, it is said that the royal family, because that time the royal family was a very small family with a few number of persons, and they left in a boat from the Koipalli. There was a river. I don't know whether the river is still existed for 500 years back, and they left Koipalli in a boat and reached via Bharatapuzha. They reached a place near Pazhannur, and they decided to stay in Pazhannur. The place was selected because Pazhannur was a non-Brahmin settlement, and no remnants of any Brahmin settlement is there except for the Vishnu temple at Pazhannur. In any Agraharam, there will be a Vishnu temple or a Krishna temple belonging to Lord Vishnu. And close to the temple, they have settled in the midst of the Brahmin families. And that is the time, and most probably it will be in the last quarter of the 16th century, or maybe the first quarter of the 17th century. They are settled in Pazhannur. There is no historical evidence or written documents regarding that. There's only data that was available to me is that in 1503, Samudri has invaded Cochin and they have left Perimbadappa. So, before reaching Pazhannur, they have stopped at Kaipadi. That is why I said that it is in the last half of the 16th century or the first half of the first century, they have settled in Pazhannur. And Pazhannur Bhagavati, the idol of the Pazhannur Bhagavati or the excess of Bhagavati of a later origin, as I told you, that the temple belonging to Mahavishnu, a Maharaja from the Cochin royal family. He went to Kashi. That's again is a legend, but there are some historical and some known facts which is still there. The connection, to show the connection. He went to Kashi and came back. When he came back, the Annapurneshwari from Kashi, in the form of a cock, cock എന്ന് പറയുന്ന അരയന്നം, swan, came with the king and then settled down at the eastern banyan tree on the eastern side of the Vishnu temple. And in the evening, because the Maharaja had the Maharaja was called for a dinner at the temple, and at that time a small girl came asking for a food, and the Pandal, that was the Tandri, the Brahmin from Pandal family, he has allowed her to sit on the corner of the Valiyambalam, on the eastern side, on the southernmost corner of the Valiyambalam. She was allowed to sit and have her food. And after the food, the girl was not to be seen anywhere, and there was an Ashariri saying that I am very happy and I am going to settle here. And even now, when you go to the temple, even though it is known as Pazhannur Bhagavati temple, the main deity of the temple is Mahavishnu, and the idol of Pazhannur Bhagavati is in the Valiyambalam, on the southern side of the Valiyambalam. And that is a connection between the royal family and the Pazhannur Bhagavati temple, and the Pazhannur Bhagavati is considered as Kuladevada of the family. Till we reached Punatra, and we have adopted Punatration as the Paradevada of the Kochi royal family. Even now, for any purpose, for any rituals,
we consider Paranur Bhagavati and Purnatresha side by side. And in the family temples also, it is provided like that. So that is a connection between the Kochi royal family and the Paranur Bhagavati and that palace. And now, why the Kochi royal family is a very small royal family, considering the big families all around the world. It's a very small principality, and the area is also very small. But fortunately, there were the only two principalities were existing at the time of independence. One is Kochi, and the another was Travancore. And so you can trace till the 1950 a lineage or the history of the Cochin royal family from the 11th century to the 20th century. It's a continuous lineage of the Cochin royal family can be found. And this this building, the Paranur Palace, is I think that is the first royal residence of the Kochi royal family, because nothing is available at Peribadappa or Vanneri or Koipalli. Vanneri, there is a huge well that is protected monument by the Archaeological Survey of Kerala, but nothing is available. So this can be considered as the first royal family building of Kochi royal family, and it was used by the female members of the royal family. Kochi royal family is a matriarchal family, and the Valiyabba Tamburan is the eldest member of the female member of the royal family, is the head of the family. She, along with her daughters and minor sons, were staying in that palace. And maybe because of the small size of the family, it's a very small palace. And also the Maharajas normally does not live in that palace. They will be living in the place of governors. Mostly from 15th or 14th, 15th century, it is in Mattancheri, and then it was shifted to Tripunithura. And so this is a very small building, and it is a Nalugata with this tekini is taken to the second floor. And from the architectural character, I can see that it is a Dutch style is prevalent. From the general architectural character and the windows and things like that, so small things we can present that it is a Dutch style, which is very prevalent at that time. So that is why I said that it is maybe it is during the Dutch dominance. Because after Dutch dominance, the British came, and the style has changed slightly. When you go to Tripunithura, you will see that there is a lot of change in the architectural style. But this Paranur Palace belongs to the Dutch palace, Dutch time. And in Kerala, because of the material that we are using, we don't have the buildings which are more than 300, 400 years old, except for some temples. And the temples also, the Govurams, the Govurams of temples are older than that. But all the residential buildings are less than 200, 300 years, only 200, 300 years. So in that way also, you can say that this is one of the earliest buildings constructed for a residential purpose is Paranur Palace. And its a heritage value is very high, not because of the size of the building or the architectural character of the building. Because when you compare Paranur Palace with the palaces of Jodhpur or Jaipur and things like that, this is nothing. But as a heritage building, as a people from Kerala, we know that we always have a very simple living style. Even very large, very financially rich and dominant families also have a small buildings, very simple buildings.
and this is such a building. And I came to know that it is going to be demolished from, as Vinod said, through the troll of one Madhurabhumi. I think it is in the Madhurabhumi. And then I talked to Vinod that this is a very old building, it's a heritage building. Paitraga Samrakshanam ennu paranjukondu I told him that this you go and inspect that building. And then everything has happened. Their intention, the Kochi Devasam Board has an intention of constructing a Kalyana Mandapam എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് മുഴുവനും പൊളിച്ചു കളഞ്ഞിട്ട് it's a 3.5 acres of land with 3 tanks. One tank is for the use of the royal family, and what the other 2 tanks are for. Anyway, it's a large area, and the building has been in a very dilapidated stage because of and then I traced how it came to the hands of the Kochi Devasam Board. Then it came to know that it was on the request of the Kochi Devasam Board that the Padayanur Devasam doesn't have a building to accommodate the persons working in the temple. And then the Maharaja has agreed that this building will be given to the Devasam, Kochi Devasam Board, so that it can be used for the residence of, as a residence of the temple employees. And later, it was acquired by the government and gave it to the Kochi Devasam Board. That happened very recently. And in that acquisition notice also, it is clearly stated that this building is being acquired to be used by the temple authorities for the use of the temple. And when, contrary to that, something has happened. And then I contacted Vinod that we should do something. There are a lot of things which are lost. I know that a lot of things, even in Tripunithura and Patanjali and things like that, a lot of buildings, everything has been lost. But this, I think, we should conserve, being the first palace of the Kochi royal family. And Kochi royal family have a continuous existence of more than 1,000 years. So it's definitely, it is a heritage. It has a heritage value, and it should be protected. And now I think that we are at a turning point with the intervention of the INTAC. They have tried to arrest the demolition process, and they have done something so that propped up something like that, and for the immediate maintenance so that it will not collapse. For the further work of this, we have to find out how, as he has already said, we have to think about the economics, how this can be maintained, how this the building has to be protected, and the area has to be developed so that it is viable for the Devasam Board also, because Devasam Board is now the owner of the site. So I am very thankful to INTAC and especially Vinod for taking pains in conserving this building. Thank you. Thank you so much, ma'am. Thank you for elaborating the history and the significance of palace as a whole. So thank you, ma'am. Next we have Sri Rameshan Tampuran. He is a member of Cochin Royal family, a local historian who has done a lot of research in the family history and also prepared a book on the genealogy of the family tree or the history of the Cochin Royal family. So over to you, sir. Thank you for your response. Over to you, sir. Namaskaram. എല്ലാവർക്കും നമസ്കാരം. കേൾക്കണല്ലേ? ഇപ്പൊ കേൾക്കാം. ഈ കൊച്ചി രാജ്യത്തിന്റെ ഹിസ്റ്ററി ഒന്ന് ചുരുക്കി പറയണം എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിപ്പോ ആശ ചേച്ചി വളരെ ഭംഗിയായിട്ട് അത് ചുരുക്കി പറയണ്ടായി. ഇപ്പൊ അതിൽ കൂടുതൽ ഒന്നും പറയാൻ എനിക്കില്ല. ആശ ചേച്ചി ഇംഗ്ലീഷ് സംസാരിച്ചു, ഞാൻ അതൊന്ന് മലയാളത്തിൽ പറയാമെന്ന് മാത്രം.
കൊച്ചി രാജകുടുംബം എന്ന് നമ്മളിപ്പോ പറയണ പെരുമ്പടപ്പ് സ്വരൂപം അതിന്റെ ഉത്സവത്തിനെ പറ്റി കൃത്യമായിട്ട് ചരിത്രകാരന്മാരുടെ ഇടയിൽ തന്നെ ഒരു അഭിപ്രായ ഐക്യമില്ല. ഒരു കാര്യം കൂടി ഉണ്ട് സർ. ഒന്ന് എല്ലാവരും അതർ ദാൻ ദ മെയിൻ സ്പീക്കർ എല്ലാവരും ഒന്ന് വീഡിയോയും ഓഡിയോയും ഓഫ് ആക്കിയിട്ടാൽ നന്നായി. അതർ ദാൻ ദ സ്പീക്കർ others please switch off the video audio കേട്ടോ. താങ്ക് യു സർ. യെസ് യെസ് സർ. യെസ്. അപ്പൊ ഈ കൊച്ചി രാജ്യം അതായത് പെരുമ്പടപ്പ് സ്വരൂപം ഉണ്ടായതിനെ പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും ഇപ്പോ എല്ലാവരും പൊതുവെ അംഗീകരിച്ചേക്കണത് എളംകുളം കുഞ്ഞമ്പിള്ള പറഞ്ഞേക്കണ ഒരു അഭിപ്രായമുണ്ട്. അതായത് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ അവസാനത്തെ രാജാവ്, കുലശേഖര സാമ്രാജ്യം എന്നൊക്കെ പറയണ ആ രാജാവാണ് ഈ രാജ്യത്തിനെ മക്കൾക്കും മരുമക്കൾക്കും മറ്റ് ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ട് വീതിച്ചു കൊടുത്തത് എന്നുള്ള അഭിപ്രായത്തിനാണ് ഇപ്പോ ചരിത്രകാരന്മാരുടെ ഇടയിൽ സമ്മതം ആയിട്ടുള്ളത്. അന്ന് വേണാട് മക്കൾക്ക് കൊടുത്താണ് വേണാടായത്. മരുമക്കൾക്ക് കൊടുത്തത് ഈ പെരുമ്പടപ്പ് സ്വരൂപവും ആയി. അന്ന് രാഷ്ട്രീയ അധികാരം ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ വേണാടുകാർക്കാണ്, മക്കൾക്കാണ്. ഈ പെരുമ്പടപ്പ് സ്വരൂപം അതായത് മരുമക്കളുടെ ഇതിന് വളരെ കുറച്ചേ രാഷ്ട്രീയ അധികാരം കിട്ടിയിട്ടുള്ളൂ. അവർക്ക് കൂടുതലും ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയുള്ളതൊക്കെയാണ്. തിരുക്കോവിൽ അധികാരികൾ എന്നുള്ളൊരു സ്ഥാനം അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചേരമാൻ പെരുമാളുടെ ആ കാലത്ത് മഹോദയപുരത്തായിരുന്നു ഇവരുടെ ആസ്ഥാനം. അതായത് കൊടുങ്ങല്ലൂരിലുള്ള തിരുവഞ്ചിക്കുളം. അവിടുന്ന് ഈ ചേരമാൻ പെരുമാള് അത് വീതിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ അവിടുന്ന് ഈ വന്നേരി പെരുമ്പടപ്പിലേക്ക് ആസ്ഥാനം മാറ്റുകയാണ്. അവിടെ താമസിക്കുന്ന സമയത്താണ് അപ്പൊ 12-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഈ രണ്ടാം ചേര സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ AD 800 മുതൽ AD 1102 വരെയാണ്. 3 നൂറ്റാണ്ടാണ് അവര് ഭരിച്ചേക്കണേ. അപ്പൊ ഈ 12-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതല് ഈ വന്നേരി പെരുമ്പടപ്പ് അവിടെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയണത്. പിന്നെ ഈ രാമവർമ്മ കുലശേഖരൻ അവസാനത്തെ ആള്, അദ്ദേഹത്തിന്റെ സഹോദരി വിവാഹം ചെയ്തത് പെരുമ്പടപ്പ് നമ്പൂതിരിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പേര് വരാൻ കാരണം. അങ്ങനെ അവിടെ കൂടുന്ന സമയത്താണ് 12ഉം 13ഉം നൂറ്റാണ്ടുകളിൽ അവിടെയായിരുന്നു ആസ്ഥാനം. ഈ 13-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ഏകദേശം അവസാന ആവാറായപ്പോ സാമൂതിരി ആ വന്നേരി പിടിച്ചടക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് ഈ വീണ്ടും മഹോദയപുരത്ത് പണ്ടുണ്ടായിരുന്ന ഒരു കൊട്ടാരം കോവിലകം അവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് ഈ ആസ്ഥാനം മാറ്റുകയാണ്. അങ്ങനെ ഏകദേശം 14, 15 നൂറ്റാണ്ടുകളിൽ 14 നൂറ്റാണ്ടിന്റെ അവസാനം 15-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ മഹോദയപുരത്തായിരുന്നു താമസം. അത് കഴിഞ്ഞ് ആ സമയത്ത് സാമൂതിരി തൃക്കണാമതിലകം പിടിച്ചടക്കി. അപ്പോ അവർക്ക് അവിടുന്ന് ആസ്ഥാനം മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് 1405 ഈ കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റുന്നത്. അതിനുശേഷമാണ് ഈ പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങുന്നത്. അതിന് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ട് പറയണത് ഈ ആസ്ഥാനം അവിടുന്ന് മാറാൻ. ഒന്ന്, ഈ തൃക്കണാമതിലകം സാമൂതിരി പിടിച്ചടക്കി എന്നുള്ളത്. പിന്നെ 1341 ഒരു അതിഭയങ്കരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായി, സുനാമി എന്നൊക്കെ നമ്മളിപ്പോ പറയണേ. അന്ന് ഇതേപോലെ കടലുള്ള സ്ഥലത്ത് കുറെ കരയായി മാറി, കര പല ദിക്കിലും കടല് കയറി, ആ ഭൂമിശാസ്ത്രം തന്നെ അവിടെ മാറിപ്പോയി. അപ്പൊ കൊടുങ്ങല്ലൂര് ഒരു നല്ല തുറമുഖമായിരുന്നു.
ആ കൊടുങ്ങല്ലൂരിന്റെ ആ പ്രാധാന്യവും അല്ലെങ്കിൽ അതിന്റെ സൗകര്യം ഇല്ലാതെയാകണ്ടാവുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ഇവിടെ കൊച്ചിയില് ഒരു തുറമുഖം രൂപപ്പെട്ടു വന്നു. ആ വെള്ളപ്പൊക്കത്തിൽ പുതിയതായിട്ട് ഉണ്ടായ സ്ഥലമാണ് ഈ വൈപ്പിൻ ഏരിയയൊക്കെ. അതാണ് പുതുവൈപ്പ് എന്നാണ് ശരിക്കും, പുതിയതായിട്ട് കടൽ വച്ച ഭൂമി എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ അത് വന്നപ്പോ ഒരു തുറമുഖം, പ്രകൃതിദത്തമായ തുറമുഖം രൂപപ്പെടുകയും ചെയ്തു. കൊടുങ്ങല്ലൂര് അത് പഴയ പോലെ ഉപയോഗിക്കാൻ പറ്റാണ്ടാവുകയും ചെയ്തു. എന്നൊക്കെ ഈ കച്ചവടം മുഴുവൻ കടൽ വഴി ആയത് കാരണം തുറമുഖത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഈ കൊച്ചിയിലേക്ക് വരണത്. കൊച്ചിയിൽ വന്ന് ആദ്യം താമസിക്കുന്നത് കൽവത്തി പാലസിലാണ്. അത് കഴിഞ്ഞിട്ടാണ് 1555 മുതൽ ആ പോർച്ചുഗീസുകാർ പണിഞ്ഞ് പിന്നീട് ഡച്ചുകാര് പുതുക്കി പണിഞ്ഞ ആ കൊട്ടാരത്തിലേക്ക്, ഡച്ച് കൊട്ടാരം, പട്ടാഞ്ചേരി കൊട്ടാരം എന്നൊക്കെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത്, അവിടേക്ക് മാറണത്. അതിനിടയ്ക്ക് ഈ അന്ന് വെള്ളാരപ്പള്ളിയിലാണ് കുടുംബാംഗങ്ങൾ അധികം താമസിച്ചിരുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ വെള്ളാരപ്പള്ളിയിൽ താമസിക്കും. അന്ന് ഈ പറഞ്ഞ പോലെ ആ സ്റ്റേജ് പറഞ്ഞ പോലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് വളരെ കുറവാണ്. അപ്പൊ അവിടെ വേറെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് കുടുംബം മുഴുവൻ ഈ ആസ്ഥാനം തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റണത്. അത് 1755 എന്ന ഏകദേശം ഒരു 5-6 കൊല്ലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം മാക്സിമം കാണുള്ളൂ തൃപ്പൂണിത്തുറയ്ക്ക് മാറ്റണേ. അതിൽ പിന്നെയാണ് ഈ തൃപ്പൂണിത്തുറയ്ക്ക് ഒരു പ്രാധാന്യം, രാജനഗരി അല്ലെങ്കിൽ ആസ്ഥാനമായിട്ട്, കൊച്ചി രാജ്യത്തിന്റെ ആസ്ഥാനം എന്നുള്ളൊരു പദവി വരണത്. അപ്പൊ ഈ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചാരത്തിന്റെ കഥയാണ്. പല ദിക്കിലേക്ക് മാറി മാറി ഇതായിട്ടുണ്ട്. അതിനിടയ്ക്ക് അപ്പൊ ഈ പഴയന്നൂര് എങ്ങനെ ഇതിൽ വന്നു എന്നുള്ളതാണെങ്കിൽ, ശരിക്ക് ഈ പരദേവതാമാര് ഇപ്പോഴത്തെ ഈ കൊച്ചി രാജകുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം 3 ഈശ്വരന്മാര് ഉണ്ട്. അപ്പൊ അത് സൗകര്യത്തിന് വേണ്ടി പരദേവത, കുലദേവത, ഇഷ്ടദേവത എന്നൊക്കെ അങ്ങനെ പറയണമെന്ന് മാത്രം. സംഗതി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ആദ്യം ഈ തിരുവഞ്ചിക്കുളത്ത് താമസിക്കുന്ന സമയത്ത് ആ തിരുവഞ്ചിക്കുളത്തപ്പൻ, ആ ശിവനായിരുന്നു പരദേവതയായിട്ടുള്ളത്. അത് ചേരമാൻ പെരുമാൾ, ആ അവിടുത്തെ എല്ലാവർക്കും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഈ പെരുമ്പടപ്പിൽ താമസിക്കുമ്പോ അവിടെ ഈ പെരുമ്പടപ്പ് നമ്പൂതിരിയുടെയൊക്കെ കുലദേവത എന്ന് പറയുന്നത്, പരദേവത എന്ന് പറയുന്നത് പഴയന്നൂരമ്മയാണ്. അങ്ങനെയാണ് പഴയന്നൂരമ്മ പരദേവതയായിട്ട് വരണം. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറയിൽ വന്നപ്പോ പൂർണ്ണത്രയീശനും പരദേവത ആയി മാറി. ഈ പരദേവത, 3 പരദേവത എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇഷ്ട ദൈവം അങ്ങനെയൊക്കെ മാറ്റി പറയണമെന്നേ ഉള്ളൂ. സംഗതി എല്ലാം ഒന്ന് തന്നെയാണ്. ഈ തൃപ്പൂണിത്തുറയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ശരിക്കും തൃപ്പൂണിത്തുറ എന്നും കൊച്ചി രാജാവ് അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭാഗമായിരുന്നില്ല. അത് കുറിയൂർ സ്വരൂപം അല്ലെങ്കിൽ കുരുസ്വരൂപം എന്നൊക്കെ പറയണേ തൃപ്പൂണിത്തുറയ്ക്ക് കുറച്ച് കിഴക്കായിട്ടുള്ള കുരീക്കാട് ആസ്ഥാനമായിട്ടുള്ള ഒരു രാജവംശം ഉണ്ടായിരുന്നു. അത് അവരുടെ കീഴിലായിരുന്നു ഈ തൃപ്പൂണിത്തുറ പ്രദേശവും പൂർണ്ണത്രയീശ ക്ഷേത്രവും എല്ലാം. അത് അർജുനനായിട്ട് ബന്ധപ്പെട്ടിയാണ് ഈ കുരുസ്വരൂപം എന്ന് പേര് പറയണം. അപ്പൊ ഈ ഐതിഹ്യം ഈ പുരാണം വരെ ബന്ധിപ്പിക്കണ ഒരു രീതി ഉണ്ട് ഇവിടെ. അപ്പൊ അർജുനൻ ദിഗ്വിജയത്തിനായിട്ട് വന്ന സമയത്ത് ഇവിടെ കുരുസ്വരൂപത്തിൽ വന്നു എന്നും അന്ന് അവിടത്തെ രാജാവായിട്ടുള്ള ഉദയൻ എന്ന രാജാവിന്റെ പുത്രിയെ വിദ്യാവതി വിവാഹം കഴിച്ചു എന്നും അങ്ങനെയൊക്കെയാണ് ഈ ചന്ദ്രാന്വയമാണ് ഈ കുരുവംശം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഐതിഹ്യം എന്ന് കൂട്ടിയാൽ മതി. അതിൽ കൂടുതൽ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കണ്ട. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കണയന്നൂർ എന്ന് പറയുന്ന താലൂക്ക്, തൃപ്പൂണിത്തുറയൊക്കെ കണയന്നൂർ താലൂക്കാണ്. ഈ ഭാഗം മുഴുവൻ കണയന്നൂർ താലൂക്ക്. കണയൻ എന്ന് പറഞ്ഞാൽ വില്ലാളി എന്നുള്ള അർത്ഥമാണ്. ആ വില്ലാളിയായിട്ടുള്ള അർജുനന്റെ ഊര്, അതാണ് കണയന്നൂർ എന്ന് പറഞ്ഞത്. ഇവിടെ തൃപ്പൂണിത്തുറ അമ്പലത്തില് അർജുന പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ചന്ദ്രവംശത്തിന്റെ ഒരു സാധനമായിട്ട് വരണത് അങ്ങനെയാണ്. അപ്പൊ ഈ തൃപ്പൂണിത്തുറ വന്നപ്പോ തൃപ്പൂണിത്തുറയിൽ
ആസ്ഥാനം. അപ്പൊ ഈ ആസ്ഥാനം മാറി മാറി വരുമ്പോ പഴയന്നൂര് അതിനിടയ്ക്ക് എവിടെ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഈ പഴയന്നൂര് ഒരിക്കലും ഒരു സ്ഥിരതാമസ കേന്ദ്രം ആയിട്ടില്ല എന്നാണ് എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച്. ഒരു ഇടക്കാല താവളം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഇത് എന്താ പറയാ, അവിടുത്തെ ഒരു വിശ്രമ മന്ദിരം പോലെയുള്ള, അവിടെ തൊഴാൻ പോകുമ്പോ രാജാവിന്റെ താമസിക്കുക. പണ്ടൊക്കെ 12 ദിവസം ഭജനം നിർബന്ധമായിട്ടും വേണ്ട കുറെ സന്ദർഭങ്ങളുണ്ട്. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഭജിക്കാൻ പോവുക, തൊഴാൻ പോവുക. ആ സമയത്തൊക്കെ രാജാവ് താമസിക്കണ ഒരു വിശ്രമ മന്ദിരമായിട്ടാണ് കുറെ കാലം പിന്നെ ഉപയോഗിച്ചേക്കണേ. ഈ പഴയന്നൂര് പാസ്റ്റേച്ച് പറഞ്ഞ പോലെ അത് ശരിക്കൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു. വള്ളിപ്പുറത്ത് വിഷ്ണു, മഹാവിഷ്ണു എന്നാണ് അതിന് പറയുക തന്നെ. അപ്പൊ ഈ ഒരു പെരുമ്പടപ്പ് രാജാവ് കാശിന്ന് ഒരു വിഗ്രഹം കൊണ്ടുവന്നു. അത് ഇവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അന്ന് അവിടെ ഈ പറഞ്ഞ പോലെ തഞ്ചാവൂരിൽ നിന്ന് വന്ന ബ്രാഹ്മണരുടെ ഒരു സെറ്റിൽമെന്റ് ആയിരുന്നു. അപ്പൊ അവര് വൈഷ്ണവരായിരുന്നു. അപ്പൊ ഈ രാജാവായത് കാരണം അതിന്റെ ഒരു ഇതുകൊണ്ട് പിന്നെ ഈ ബ്രാഹ്മണർക്ക് കുറെ സഹായവും ചെയ്തു. അപ്പൊ ഈ പഴയന്നൂരമ്മയും കൂടി അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. ഇപ്പോഴും പ്രധാന ശ്രീകോവിലില് എല്ലാവർക്കും അറിയാം അവിടെ മഹാവിഷ്ണുവാണ്. മറ്റേത് നാലമ്പലത്തില് വലിയമ്പലത്തിലാണ് കൊണ്ടിരുത്തിയേക്കണേ. അത് രണ്ടാമത്തെ പ്രതിഷ്ഠയാന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു 17 നൂറ്റാണ്ടിലുണ്ടായേക്കണെന്നാണ് പറയണത്. അത്ര ആയിട്ടുള്ള ഈ പഴയന്നൂർ ഭഗവതി അവിടെ വന്നിട്ട്. അത് ഈ പെരുമ്പടപ്പിന്റെ പരദേവത ആയത് കാരണമാണ് ഇതായെന്നാണ് പറയണേ. അല്ലാണ്ട് പഴയന്നൂർ താമസിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങളുടെ തിരുവല്ലാമല ഇതേപോലെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതും ദേവസ്വത്തിന്റെ കയ്യിലാണ്. ഇപ്പൊ ഇതും ദേവസ്വത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഈ പഴയന്നൂര് എവിടെ പോയാലും, ഇപ്പൊ കൊച്ചി രാജകുടുംബം എവിടെ പോയാലും അവിടെ ഈ പഴയന്നൂരമ്മയെ കൊണ്ടുപോകും. പഴയന്നൂരമ്മയായിട്ടുള്ള പ്രാധാന്യം പറയാം. ഇപ്പൊ കൊച്ചിയിൽ മട്ടാഞ്ചേരി പാലസിന്റെ ഉള്ളില്, ആ കോമ്പൗണ്ടിന്റെ ഉള്ളില് പാലസിനോട് ചേർന്ന് തന്നെ ഒരു പഴയന്നൂരമ്മയുടെ ഇതുണ്ട്. അതേപോലെ തൃപ്പൂണിത്തുറയിലുള്ള രാജകുടുംബം വക ഒരു ക്ഷേത്രമുണ്ട്, പുത്തൻമംഗ്ലാവ് എന്ന് പറയുന്നത്. അവിടെ പഴയന്നൂരമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. അതേപോലെ ഈ 5 താവഴിയായിരുന്നു പണ്ട് ഈ പെരുമ്പടപ്പ് സ്വരൂപം, കൊച്ചി രാജ്യം എന്ന് പറയുന്നത്. മൂത്ത താവഴി, ഇളയ താവഴി, പള്ളുരുത്തി താവഴി, മുരിങ്ങൂർ താവഴി, ചാഴൂർ താവഴി. അപ്പൊ ഈ ഇവിടെയൊക്കെ കുറെ എല്ലായെങ്കിലും പഴയന്നൂർ ഭഗവതി ഉണ്ടെന്ന്. ഇപ്പൊ ചാഴൂരൊക്കെ ചാഴൂർ പഴയന്നൂർ ക്ഷേത്രം എന്നാ പറയണം. ചാഴൂര് പഴയന്നൂർ ക്ഷേത്രം. അതിൽ പറയുമ്പോ നമുക്ക് പഴയന്നൂർ ക്ഷേത്രം ചാഴൂർ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നും. പക്ഷെ അങ്ങനെ എവിടെ പോയാലും ഉണ്ട്. അപ്പൊ ഈ പഴയന്നൂർ ഭഗവതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ശിവനും വിഷ്ണുവും ഒക്കെ പറയണ പോലെ തന്നെ അതിലേറെ പരദേവത എന്ന് പറഞ്ഞാൽ ഈ കൊച്ചി രാജകുടുംബങ്ങളുടെ ഇടയിൽ ആദ്യം മനസ്സിൽ വരിക ഈ പഴയന്നൂർ അമ്മയുടെ ഇതാണ്. അപ്പോ ഇത് എത്ര കൊല്ലം മുമ്പ് ഈ ബിൽഡിംഗ് എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് ആശുചേച്ചിക്ക് പോലുള്ള ആർക്കിടെക്ട്സിനോ ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല. അത് സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. ഇപ്പൊ പല ദിക്കിലും ഇത് സംരക്ഷിക്കും. ഇപ്പൊ തൃപ്പൂണിത്തുറയിലത്തെ കാര്യം തന്നെ അങ്ങനെയാണ്. എത്ര പഴയ മനോഹരമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കുറച്ച് വഴക്കമുള്ള എന്ന് പറയാം ബിൽഡിങ്സ് പൊളിച്ച് ഫ്ലാറ്റ് പണിഞ്ഞു. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പൊതു ഇതെങ്കിലും സംരക്ഷിക്കാൻ എല്ലാവരും ഉത്സാഹമായിട്ട് ഇറങ്ങി തിരിച്ചാൽ അത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇൻടാക്റ്റിനോട് വളരെ വളരെ നന്ദി പറയണു. നമസ്കാരം. Thank you so much, sir. Thank you for giving all these interesting information in the history of the Cochin royal family and as well as Parianur. So next, we'll take you through a brief presentation on the whole journey of this from saving it from the demolition, what were the steps that were taken before, and what is the current till now, what are the procedures that we have taken. I know Asha ma'am
have already explained on the significance of the structure and the place. So we'll quickly go through the whole process of palace in specific. I also have architect Lakshmi. She is also a conservation architect working for this project associated with impact. I hope my screen is visible. Yes. So, Parayanur Palace. So the origin of Perumbadappa Swarupam, I know ഇപ്പോ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഒരു ധാരണ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ത്രൂ ആശ മാം ആൻഡ് സർ. So they started from Manneri and on the way they പഴയന്നൂർ ഒരു സെന്റർ ആയിരുന്നു and finally as till Thrupponithura. So അത് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. And പഴയന്നൂർ ഭഗവതി ആയിരുന്നു പരദേവത, the family deity. Then this is we have been speaking about it. So idana the palace and the temple. This is the temple and this is the palace associated with it. Idoru around Thrissur town and 43 kilometers Palakkad Ottapalam route lana. So ma'am parna pole oru 300 years parakkala, one of the first residences of residential purpose nu upayogichirunna oru palace aayirkanam. സോ ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ് അതിന്റെ സെറ്റിംഗ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇറ്റ് ഇസ് എൻറിച്ച്ഡ് വിത്ത് മെനി ഇമ്പോർട്ടന്റ് റിവേഴ്സ്, നാച്ചുറൽ സ്ട്രീംസ്, ഒരു അഗ്രേരിയൻ സെറ്റിൽമെന്റ് ആണ്. മാം പറഞ്ഞ പോലെ ആക്ച്വലി 3 ടെമ്പിൾസ്, ഐ മീൻ 3 പോണ്ട്സ് ഉണ്ട് ടെമ്പിളിന് മാത്രം. പിന്നെ ഇതാണ് ആക്ച്വലി ടെമ്പിൾ. ഇതൊരു അഗ്രേരിയൻ ഒരു സെറ്റിൽമെന്റിൽ പ്ലേസ്, ഒരു കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്തേക്കുന്നതാണ്. ഇതാണ് പാലസ്. സോ ഇവിടെ ആക്ച്വലി പാലസിന് വേണ്ടിയിട്ടും ഒരു കുളമുണ്ട്. സോ ഒരു ജോഗ്രഫിക്കലിയും അതിന്റെ ഒരു എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസും വളരെ കൂടുതലാണ്. കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അത് വെരി ഇൻട്രസ്റ്റിംഗ് റിച്വൽസ് ആൻഡ് ഓഫറിങ്സ് ഉണ്ട്. അതിന്റെ സ്റ്റോറി മാം പറഞ്ഞിരുന്നു, ഈ റൂസ്റ്റേഴ്സിനെ ഓഫർ ചെയ്യണത്. സോ ഇപ്പോഴും ഇവൻ നമ്മള് ഈ ലൈവ് റൂസ്റ്റേഴ്സിനെ ഓഫർ ചെയ്യും, അവര് ഫീഡ് ചെയ്യും. അതൊരു ആക്ട് ഓഫ് വർഷിപ്പ് പോലെയാണ്. സോ ഈവൻ ആ ഹോൾ ടെമ്പിളിന്റെ ഉള്ളിലും ടെമ്പിളിന്റെ കോംപ്ലക്സ് പ്രെമിസിസിലും ഈവൻ പാലസിന്റെ പ്രെമിസിസിലും ഒക്കെ നമുക്ക് റൂസ്റ്റേഴ്സിനെ കാണാം. അത് അധികം ടെമ്പിൾസിലൊന്നും കാണാത്ത ഒരു റിച്വൽ ആയിരിക്കും. സോ അങ്ങനത്തെ യുണീക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കൾച്ചറൽ, ഈവൻ അവിടുത്തെ ഉത്സവങ്ങളും ഒക്കെ കൾച്ചറലി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു temple ആണ്. Now coming to the palace, the architecture significance. So ma'am പറഞ്ഞു അതൊരു മിക്സ് ആണ്, കേരള ട്രഡീഷണൽ ആർക്കിടെക്ചർ ആൻഡ് ഓൾസോ ദേ ഹാവ് ഇൻഫ്ലുവൻസ് ഫ്രം ഡച്ച് ആർക്കിടെക്ചർ. സോ ഒരു ടിപ്പിക്കൽ കേരള ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ ഒരു പ്ലാനിങ് തന്നെയാണ്. ഒരു സെൻട്രൽ കോർട്ട്യാർഡ്, നടുമുറ്റം around which it has been planned and unique, I mean very enriched with the timber architecture, the ornamentation style, the craftsmanship ഒക്കെ എടുത്തു പറയാനുള്ളതാണ്. So these are some of the pictures. The interior pictures, so the jali work, the ceiling work, the openings, then interior വേറെ കുറച്ച് pictures ആണത്. So nadumuttam, openings, cornice details, the railings, the fenestration, the carving details, അങ്ങനെ ഒരുപാട് ഉണ്ട്. അതിൻ്റെ ചെറിയൊരു സ്ട്രക്ചർ ആണെങ്കിലും എടുത്തു പറയാനായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഉണ്ട്. നൗ ദ ഹോൾ പ്രോസസ്, സോ ഇറ്റ് വാസ് ലൈക്ക് ലാസ്റ്റ് ഇയർ ഇൻ ഓഗസ്റ്റ് തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു ടെൻഡർ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതായത് ബിൽഡിംഗ് ഇസ് ഇൻ ഡൈലാപ്പിഡേറ്റഡ് കണ്ടീഷൻ, മെയിൻലി ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് മെയിൻ്റനൻസ് എന്ന് തന്നെ പറയാം. സോ ഇറ്റ് വാസ് ഇഷ്യൂഡ് ഫോർ ഡെമോളിഷൻ ആൻഡ് slowly the news was published in many articles. So some of the clippings and initially nammal edutha korchu photos aanadu. Then so like it was explained, it was came into the attention of ma'am and other local organizations and with the help of the Cochin Royal Family Foundation and Hindu Aikya Vedhi and also Intact Thrissur chapter also pitched in. So it was like a long battle, but in short, so prepared letters explaining the significance of the structure, the association, the historic significance. Letters were prepared, were submitted to, requests were submitted to district collector,
And finally, the state archaeology department issued a memo to stop the demolition process. And yes, the Save the Heritage impact, the campaign made its impact. So, adu kazhinju vanna articles aanu. And after the whole this process, the technical team pitched in. So we started the documentation process. Detailed documentations ചെയ്തു and measured drawings prepare ചെയ്തു and also ഒരു detailed condition assessment ചെയ്തിട്ടുണ്ടായിരുന്നു because the building was having lot of defects. So ഒരു conservation report prepare ചെയ്തു with proposed emergency measures. So these are the basic measured drawing that we have prepared. So ground floor and first floor plan. So we can see that the spaces are like arranged around the Nadumuttam, and also Pumugam. There is an ara and 2 rooms and adukala in the ground floor, and there is a hall and room in the first floor. Also sections elevations angane ella detailed drawings prepare edu. Detail ആയിട്ടൊരു condition building condition നോക്കി. So we can see that the roofing system was almost like partially collapsed ആയിരുന്നു. There were water seepages like almost ഒരുപാട് corners water seepages, algal growth, there were lot of incompatible additions ഉണ്ടായിരുന്നു, and plastering issues, timber issues, and then fungal growth, algal growth, അങ്ങനെ ഒരുപാട് ഡിഫെക്ട്സ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റി. Structural cracks. After that, with the support of INTAC, നമ്മൾ കുറച്ച് emergency works to protect the building from further damage. So steel vertical columns and horizontal members were installed to protect the structural system basically. Other one of the major work. And then the roof was covered with the tarpaulin sheet, and a basic cleaning was also carried out. This was just like an emergency measure because oru funding process, ma'am sirum parna pole, it's like a long process. So adu vare wait cheyan building in a condition vechittu ഒരു ഡേഞ്ചറസ് കാര്യമായിരുന്നു. അതുകൊണ്ടാണ് വാട്ട് എവർ സ്മോൾ മെഷേഴ്സ് ദാറ്റ് വി ക്യാൻ ഡു ഫ്രം കൊളാപ്സിങ്, അങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. സോ ബേസിക് ആയിട്ടുള്ള ഇതായിരുന്നു സ്ട്രക്ചർ വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ മെയിൻ സ്പേസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് മെഷേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുന്നത്. So അങ്ങനെ ഇരിക്കുമ്പോ this is the current state. So we are in the process of making the report and for funding and how to take it forward. So here we would like to open up the session. We would be glad to get opinions from you, suggestions from you. So ipo pala heritage structures idu Pazhanur Palace oru example മാത്രമാണ്. So ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റില് what can be done further? So നമ്മൾ കുറെ ആലോചിച്ചു how to repurpose it, because they need some revenue out of it. So basically they were planning to pull it down ഒരു commercial complex അല്ലെങ്കിൽ ഒരു auditorium from which they'll get a lot of money. So അത് വെച്ചിട്ടാണ്. So we are telling that we should protect the heritage, but how will they benefit from it? അതും കൂടെ ആലോചിക്കണം. So ഈ ഒരു session we would like to end up. So some basic ideas that we had, like how to repurpose it, adaptive reuse ആണോ, ഒരു ഗസ്റ്റ് ഹൗസ് ആക്കണോ, അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ സ്പേസ്, അല്ലെങ്കിൽ ഗാലറി സ്പേസ്, അല്ലെങ്കിൽ ഒരു ഇപ്പോ ആരെങ്കിലും വന്ന അവിടെ ഒരു താമസിക്കണമെങ്കിൽ ഗസ്റ്റ് ഹൗസ്, ഒരു ഇന്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ, ചെറിയ അമ്പലത്തിന്റെ പരിപാടി, അല്ലെങ്കിൽ ഒരു കല്യാണം എന്തെങ്കിലും അതിന്റെ പരിപാടി. അപ്പൊ അങ്ങനെ പല പല ഐഡിയാസ് വന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. സോ ഇവിടെ തന്നെയാണ് ഞങ്ങൾക്കും ലൈക്ക് ഒരു സെഷൻ, ഈ ഒരു സെഷന്റെ ഉദ്ദേശം ടു ഗെറ്റ് ഒപ്പീനിയൻസ് ഫ്രം ദി പാർട്ടിസിപ്പൻസ്. I think we'll open for some questions and discussions. വിനോദ്, Yes. ആ ഏരിയ എത്രയുണ്ട്? ആ കുളങ്ങളെല്ലാം എല്ലാം ദേവസ്വത്തിന്റെ കീഴിലാണല്ലോ. ആ ടെമ്പിൾ അല്ല പാലസ് കോംപ്ലക്സ് എത്ര ഏരിയ ഉണ്ട്? Total, I think, Radhika, I think it's around 4 acres. Total എല്ലാം കൂടിയിട്ട് കുളങ്ങളും എല്ലാം അടക്കം 4 to 5 acres ഉണ്ട്. അപ്പൊ ഇത് പ്രിസർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് സ്പേസ് ഉണ്ടല്ലോ.
വിത്ത് Space ഉണ്ട്. ആ ടെമ്പിൾസ് Space ഉണ്ട്. എല്ലാം ആ കുളങ്ങളെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാലും വി ഹാവ് ഇനഫ് സ്പേസ് Yes, അല്ലേ? yes. അതുണ്ട്. Is there. I think Arun ഒരു question ചോദിച്ചിട്ടുണ്ടായിരുന്നു. We'll go for selective questions. Whoever wants to ask question can unmute yourself and ask the questions. Yeah. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? കൂടുതൽ അഭിപ്രായങ്ങളായാലും മതി. ഇപ്പൊ ഞങ്ങൾക്ക് ഇത് എന്താക്കാം. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, I think Cochin Royal Family also has to have a role. വേണമെങ്കിൽ ഒരു മ്യൂസിയം about the Royal Family also can happen here. പല സാധ്യതകളും ഉണ്ട്. We are open. Again, we have to talk to the Devasam board. We have to get the money. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു അവസരം കൂടിയാണ് ഇത്. Hello. Is it audible? ആരാ സംസാരിക്കണേ? Ma'am, എൻ്റെ പേര് മൂർത്തി എന്നാണ്. So regarding who funded the intact? അല്ല, അതൊന്ന് you can please introduce yourself and then. First of all, I am Murthy. Yeah. I am Sundaram Murthy. I'm a tour guide for last 30 years. So I am listening all the your lecture regarding the Cochin Royal Family and intact. So I came to know that last 3 weeks ago. So can you answer for my who funded? How can you generate fund for intact? What is the specific question? ഈ ഒരു ചെറിയ വർക്ക് ഇൻടാക്ട് എങ്ങനെയാ ചെയ്തതെന്നാണോ? No. I am the who funded to intact either by Archaeological Survey of Kerala or government. No, actually, this small work, whatever we have done, Intact has funded. Yeah, but it's just like maybe 5% of the total work. We Okay. still have to do the 95% of work, for which we may need funding from tourism, culture ministry, and other things. Whatever Right. we have done is just for the saving the space from falling down, or that's it. It's like a first aid. You can say it's like a first aid. So the first aid is done. Now within a year or two, we have to do the actual operation. Good. So regarding another question regarding the royal family, Yeah. where is the birthplace of Shaktan Tamburan? I think Asha teacher will be able to answer that. അത് വെള്ളാരപ്പള്ളിയിലാണ്. വെള്ളാരപ്പള്ളിയിലെ പാലസ് ഒരുവിധം നല്ല നല്ല നിലയിൽ തന്നെ അത് വച്ചിട്ടുണ്ട്. ഈവൻ ദോ ഇറ്റ് ഹാസ് ഹാൻഡഡ് ഓവർ ടു സം അതർ പേഴ്സൺ. ഒരു ആയുർവേദ റിസോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. I have been to that place. It is kept in a very good condition. That is where Shaktan Tamburan was born. Vellaarappalli Palace. Is in Thrissur or? It is close to Alua. Chovara, Alua. Right. So it is maintained very well. It is who funded? Who look after the palace now itself? You said some Ayurveda center or something like that. വെള്ളാരപ്പള്ളി പാലസ് ആയുർവേദ റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തോ? കൺവേർട്ട് ചെയ്തു. അച്ഛാ. So അദ്ദേഹം the royal family other member, അദ്ദേഹം പറഞ്ഞു വെള്ളാര ഫാമിലി കുറച്ചു നാളെ അവിടെ താമസിച്ചിട്ടുള്ളൂ. അത് they moved from this palace to തൃപ്പൂണിത്തുറ. അപ്പൊ ഈ ശക്തൻ തമ്പുരാൻ which period he was born? Which year? Is any recordable evidence or something like that? 1751 ശക്തൻ തമ്പുരാൻ ജനിക്കണത്. അച്ഛാ. ശക്തൻ തമ്പുരാൻ ഒരു 4-5 വയസ്സുള്ളപ്പോ തൃപ്പൂണിത്തുറയിലേക്ക് വന്നിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ കളിക്കോട്ട പാലസ് ഒക്കെ ശക്തൻ തമ്പുരാനാണ് പണിയണത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ശക്തൻ തമ്പുരാൻ ആകെ 4-5 കൊല്ലേ ഈ വെള്ളാരപ്പള്ളിയിൽ താമസിച്ചിട്ടുള്ളൂ. 4-5 വയസ്സായപ്പോ തൃപ്പൂണിത്തുറയിലേക്ക് വന്നു. സോ അപ്പോ സർ ഞാൻ മനസ്സിലാക്കിയത് വളരെ ചെറുപ്പത്തിൽ മരിച്ചു. ചെറുപ്പം ഇൻ ദ സെൻസ് 50 or 55? 54 years. അപ്പൊ സാർ ഒരു രമേശൻ
രമേശൻ തമ്പുരാൻ എനിക്ക് ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ കൂടെ തരണം. അപ്പം ഈ കൊച്ചിൻ രാജവംശത്തില് ഒരു റെനൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു, ഒരു ലേഡി. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അവരാണ് ഈ നമ്മുടെ തൃശ്ശൂരൊക്കെ റൗണ്ടൊക്കെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. അയ്യോ പേര് കിട്ടുന്നില്ല സർ. പാറക്കുട്ടിയമ്മ. നേത്യ പാറക്കുട്ടി നേത്യ. ഞാനത് അവര് അതിനെ കുറിച്ച് മനസ്സിലാക്കിയത് വളരെ പൊക്കം കുറഞ്ഞും വളരെ ശൂലഗാത്രിയായ ഒരു സ്ത്രീയായിരുന്നു. അവർ ഇത്രയും എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ഇതെങ്ങനെയാണെന്ന് അവർ പഠിച്ചെടുത്തെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും പറയാൻ സാധിച്ചില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവരെ കുറിച്ച്? അതിനെപ്പറ്റി ഇപ്പൊ കുറെ പേര് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതിൽ മുഴുവൻ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരല്ലാതെ അവര് ഏബിൾ ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു, കുറെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ഇപ്പൊ പറയുന്നത് മുഴുവൻ ശരിയല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. I think we'll open for the other questions also. മറ്റുള്ളവർക്കും കൂടി ഒരു അവസരം കൊടുക്കാം. Sure. Thank you, Murthy. Yeah. Any other questions? Please unmute yourself and introduce, and you can ask. Vinod, Yes. Arunana. Huh. Can I don't have a question, but I'd just like to make a note. I'd just like to make an observation. Is that okay? Yes, sure. Okay. It's also in the light of the question the gentleman who spoke just before me asked. He asked what INTAC is and how INTAC is funded and so on and so forth. Yes, sure. So I think it might be either you can do it or I can do it. You can do it because you can do it. You can do it. Please. Yes. Because INTAC is a slightly sort of publicity shy organization, and it's a very conservative organization. Not a lot of people know about this body. So I just thought I'll say a couple of things. My name is Arun. I'm part of INTAC in Palakkad. Vinod and I are great friends. We work together on many projects. So partly to address the question that the gentleman asked, INTAC, so I'll just start at the beginning. INTAC is a body that was started almost 4 decades back. It is headquartered in Delhi. Its first chairperson was the then Prime Minister Rajiv Gandhi, not for reasons, political reasons, but because he had a very genuine interest in these things. Its initial sort of core of founders included some of the cultural elite of the time, people such as from Kerala there was M.G.K. Menon, there was Pupul Jayakar, there was Kapila Vatsayan, there was who else was there? So it's essentially a lot of the M.S. Swaminathan was part of it. The present Orissa Chief Minister Naveen Patnaik was part of the founders. So it was a group of people who were sort of culturally aware, who had a fairly evolved an aesthetic sense, a sense of ownership and concern about the need to preserve India's very rich cultural heritage. So they got together and they felt that this is not a job that could be done entirely by the government. And there was the need to found a body where the energies and passions of individuals at the local level could be sort of leveraged. So it was founded as a body which combined expertise, professional expertise, but equally or more so, the passion of volunteers at the local level. So INTAC is about 98% of INTAC is volunteers who are concerned about heritage at the local level.
2% of INTAC are experts in the conservation sciences, people like conservation architects, art conservators, biodiversity experts, etc. So this is, in oversimplified terms, what INTAC is. And I think the question was about funding. So initially there was a corpus that was created. That corpus has been put in fixed deposits. I think we have a very modest corpus of around 100 crores. And INTAC essentially operates on the interest on that corpus. It is very scrupulously audited every year. Its governance practices are beyond reproach. INTAC has worked with every state government, regardless of their color, and everybody respects INTAC. We are on the consultative panel of UNESCO. We work with bodies like the railways, various forest departments, various archaeology departments, various archives departments, etc. So this is, in broad terms, what INTAC is in terms of its composition and intent. There are INTAC chapters in every state of India and Union Territory. There are 200 plus chapters. There are 6 chapters in Kerala. All of you are welcome to join INTAC. The ability of INTAC to make a difference is directly and completely dependent on the on its ability to draw people like you who are interested and passionate about these things to join forces and make a difference. I just said that INTAC has a corpus of around 100 crores. Each year, INTAC does work that is far in excess of that amount of its budget. And that is because INTAC's volunteers throw their heart and soul in terms of time, expertise, and in every possible resource. We throw our resources into this mandate because we care, much like many of the people who are listening to this conversation, which makes it possible for us to deliver results which are far in excess of the resources that we have on our books. So all of you who are concerned, it is very easy for us to sort of say that, that family is not interested, or our governments don't care, or we are a culture that doesn't have, that is not mindful of our history, etc., etc. But we need to change it. And change is a result of a deliberate process. We need to identify what the problem is. We need to identify, what Ashalata Tamran and Rameshan Tamran just did. We need to pin down history. We need to work based on facts. And then we need to create projects. And we have to draw out, destinations that we need to see happen in our world and work backwards. And results are possible. And Vinod has just shown that some results are possible even in a fairly dismal situation. So we, in INTAC, in every chapter, we have stories where we have had small successes. Vinod just referenced the Ottapalam court, which falls in my neck of the woods. We have been chipping away. There is some slight hope. So similarly, there are positive outcomes possible all over. And I would urge all of you to please get in touch with your local INTAC chapter. It's a voluntary body. It's a non-hierarchical body. It's a non-political body. Please join forces with INTAC either as part of its membership or as partnerships. We always meet, every INTAC chapter will meet you more than half the way. If you'd like to make a difference in your area, in your community, with your family, with your village, etc., etc., you will always find a very willing and very passionate partner in your local INTAC chapter. So I just wanted to say that. Thank you so much. Thank you, Arun. Yeah. You explained it very well. Now, again, I'll just brief. He was talking about volunteers and people who work. And I think the people who are presenting here, Radhika, Lakshmi, Sanaya, Gayatri, all of them are young conservation architects, people with interest in heritage. We can say that even saving the Pariyanur Palace to an extent, the documentation, all that happened through them also. So it's a joint effort. We have a lot of young talent, people who are able to work efficient. So it's just pulling off people together and making things happen. Now I would request Radhika and Lakshmi to just go through the questions, and whichever questions we can answer
we should do it, and we are open also for the other questions. Thank you. Before that, I am Satish. I am the secretary of Cochin Royal Family Foundation. I just wanted to thank Intact, as a subsequent thing to what Arun said. Without Intact, even this much of work would not have been possible. Without Vinod and Intact Kishore, even this much of conservation would not have been possible. From a Cochin Royal Family perspective, the foundation is very much behind this initiative. But all of us have our own limitations. The family is about around 850 members are there in the family right now. So people will have different opinions, but the foundation is definitely behind this initiative, and thanks Intact for it. Sir, we would like to put a question which Arun sir had put in the chat box. I think you will be able to answer. Does the royal family have any ongoing initiative to document or publish sites associated with its history? Yeah, there are. I think I answered in the chat itself. Basically, there is a Cochin Royal Family Heritage and Historical Society. Dr. Kocha Verma, who is an American citizen, a member of the family, he is the soul behind setting up this initiative, and they have documented the history of the family very well, and it is all available in their website. It also has a lot of videos, a lot of texts. He has also collected letters from the British Museum and Dutch Museum and things like that. All of you are welcome to check it out. So the Cochin Royal Family definitely has an interest in this, and it is as much as possible we have tried to document it. The second part of it is that the Hill Palace Museum has recently been renovated, and earlier the museum was a haphazard set of artifacts. Now they have converted it into a thematic museum, and the theme is Cochin Royal Family. So the history of the royal family is very well documented. Ashalada Tamburan was part of this team that was helping with the government in documenting the Hill Palace Museum. So the whole journey is very well documented, and all of you are welcome to visit the site. Thank you, sir. Sir, can you share the URL of those sites, sir? Let me find it out. Meanwhile, you can Thank you. go ahead with other. Or you can tell the keywords, sir. We will Google it. Cochin Royal Family Historical Society. That's the one. Cochin Royal One History. person has shared, sir. Sir, Satish, sir. One person Yeah, has shared. Yes. CochinRoyalHistory.org. Yes. Balagopal, by the way, is it's a very young person, very interested in the history, and he is also conducting heritage walks around Triponitura and the Kochi region. I would like to say, although I've been talking to Satish sir for almost 1 year, we've been in touch over the phone, but first time we are seeing each other through, through Zoom. I think the pandemic has made this happen. Yeah. And I think Radhika, please, you can go to the next question. So another question by Shruti Mohan. Is there a possibility to set up a historical marker at this site, and what does that process involve? Regarding Parenur, I think. I think for a marker, normally it's done by archaeology department where you put a marker. But I think Intact can also do it. We can always have a historic marker on the site.
because I think this needs to be explained. Possibly it has to be bilingual, where we need to write down the history. We can definitely do it as we do the conservation. Okay. We'll take up a last question. I think it's by Sri Lakshmi. She had put an idea. There was a map in this presentation which had traced the journey of Cochin royal family. Could similar structures like these be incorporated and could be made as a part of the larger historical trail, tracing the journey with a variety of interpretation centers and museums? It could give a whole picture of the Cochin royal family's journey and stories for generations to come. I think someone from the family, possibly Satish or Asha teacher, can answer it. ഈ പറഞ്ഞിരിക്കുന്ന ജേണിയുടെ സ്ഥലത്ത് മുഴുവനും പാലസസ് ഉണ്ട്. പക്ഷെ നോട്ട് ഈവൺ എ സിംഗിൾ പാലസ് ഈസ് പബ്ലിക് പ്രോപ്പർട്ടി പോലെയോ അല്ലെങ്കിൽ കൊച്ചി റോയൽ ഫാമിലിയുടെ കയ്യിലില്ല. മിക്കവാറും എല്ലാം ഇപ്പൊ വെള്ളാരപ്പള്ളി ശക്തനമ്പുരാൻ ജനിച്ച പാലസ് പോയ പോലെ തന്നെ ബാക്കിയുള്ള പാലസുകളെല്ലാം പോയിട്ടുണ്ട്. തിരുവഞ്ചിക്കുളത്ത് ഒരു പാലസ് ഉണ്ട്. അങ്ങനെ ഒരു എല്ലാ സ്ഥലങ്ങളിലും പാലസ് ഉണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവനും പാലസുകളുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദം ആർ കൺസ്ട്രക്റ്റഡ് അറ്റ് എ ലേറ്റർ പീരിയഡ് കേട്ടോ. ഇത്രയും പഴക്കമുള്ളത് ഉണ്ടെന്ന് തോന്നുന്നില്ല. After the family has shifted to Kochi, I think that all the buildings have been constructed after that. അതിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ബ്രിട്ടീഷ് സ്റ്റൈലായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ എന്താണ് കൂടൽമാണിക്യം, അവിടെ ഒരു പാലസ് ഉണ്ട്. അവിടെയും ശക്തനമ്പുരാനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ടാണ് ശക്തനമ്പുരാൻ അമ്പലത്തിലെ ചിട്ടകളൊക്കെ എഴുതിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ദർ ഇസ് എ പാലസ് ഓവർലുക്കിംഗ് ദ പോണ്ട് അറ്റ് ഇരിങ്ങാലക്കുട. അതുപോലെ ഒരുപാട് ഈ വഴിയിൽ കൂടെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ കാണിച്ചിരിക്കുന്ന റൂട്ടില് ഒരുപാട് പാലസുകളുണ്ട്. എത്ര കൺസേർവ് ചെയ്യാൻ പറ്റുക, ആരുടെയൊക്കെ കയ്യിലാണ്, ഒക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവരെല്ലാം വിറ്റോ പൊളിച്ചോ ഒന്നും നമുക്ക് അറിയാൻ വയ്യ. ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയാവുന്നത് അറിയാം, അത്രേ ഉള്ളൂ. I think this is something that can be taken up with the minister. Somebody has mentioned that, I think Captain Haridas has mentioned that a meeting with the minister can be set up. Just like the Museris initiative, the Cochin royal family or the Cochin state, the history of Cochin state, that can be an initiative that can handle this. I mean, just like the Museris part of it. Yes, sir. And maybe I would just like to add, possibly this palace, as we conserve it, we can also try to have few boards or maps regarding the Kochi royal family. If the Devasam board allows, it can also be like a mini museum about the family itself, like a mini museum. There is a possibility. Sure. And would Balagopal like to add anything in this whole scenario? Yes. Also, again, because I am also involved in the travel industry, I think that's an excellent point that Sri Lakshmi has brought up. Also, that there's really a possibility of a trail like that. In fact, I had a similar trail in mind, which kind of traces the Cochin state, which is directly from one of the autobiographies of one of the Maharajas. He's called the Rajashri Ramavarma or William Brand. So when he was a LA Raja, he did an extensive tour of the Cochin state as a young prince, and that's been a dream of mine to create a trail around that. But again, coming back to Parayanur Palace itself, this is part of an extensive network of palaces. Sometimes we call them, I think in the family I've heard this term, outline palace. So these are palaces outside of the major settlements of the royal family, and most of the large temples had a structure like the Parayanur Palace right next to it. In fact, I'm looking at a list of about 23 similar palaces that existed, including one in close to the Chittoor temple in Ernakulam, which is now a boutique hotel run by the CGH Earth Group. The other one is Cherudurti Palace, which again I think it's privately held by not within the royal family, but again it's run as a hotel and all that. So even if you look at it like that, there is a tremendous opportunity there
and these are literally You spread can on the unmute your video. You can unmute your videos. Yeah, yeah, if possible. Yeah, who me? yeah, you can. Yes. Okay. So that people. Sorry. Yeah. So I think with Intact again, one of the big question was how do you sustain it, or can there be a sustainable plan around it? So I think this itself, tourism can really be an impetus for that. And I think there's a fascinating trail when you go around Cochin, because if you look at Cochin State, it's all the way from the hills of Nelliyamati to the plains of Chittoor, to the rivers and the coast of Cochin. It's a fascinating uh, you know like a micro area that's there. And within that, I think there is still potential for a lot of, at least in terms of as a travel itinerary. I think there's an excellent potential, and Tripunithura can also be a part of it. It can in fact conserve a lot of buildings that are there in Tripunithura, if possible. Also in Ernakulam, where there are a few palaces, it can be a very nice model to preserve a few of them. Yeah, so I just want to say that. Thank you, Balagopal. I think we should work out a project for it. Maybe Yeah, with Intact or tourism. Yeah. And I think Intact Palakkad used to do some fantastic Talks. one-day tours and all that. Yeah. A similar model can do a lot of interest around this area as well. And this is something where Intact Palakkad, Thrissur and Cochin can work together. Yes. Hopefully, yes. Yeah, and I think Arun has just asked me, was there ever a palace in Chittoor Palakkad? Yes, I think when there was one. In fact, there are two Chittoor palaces. Yeah. So I think there's it was called the Southern Chittoor Palace this the one in Cochin was referred to as Southern Chittoor Palace. So there was one in Chittoor, Palakkad as well, but as Asharada ma'am said, it doesn't exist any longer. Thank you. Radhika, I think if there is any more questions. Ma'am, I have a question not related to this. So I've heard that Kochi used to be called Ghostry, and the term was related to the royal family. So are there any good sources where more information on it? I mean, I believe that's how the Ghostry bridge got its name. So are there good sources where more about that is written or spoken about? Rameshan can probably answer that. ഗോശ്രീ എന്നുള്ള പേര് 2-3 അഭിപ്രായമുണ്ട്. ഒന്ന് കൊച്ചി എന്നുള്ളതിന്റെ സംസ്കൃത രൂപമാണ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഈ മാടത്തിൻ കീഴ് സ്വരൂപം, മാടത്തിൻ കൂർ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു സ്വരൂപം ഉണ്ടായിരുന്നു. അവിടേക്ക് ഈ കൊച്ചിയിൽ നിന്ന് ദത്തെടുത്തു. പിന്നെ അവിടെ ആളില്ലാണ്ട് വന്നപ്പോ മാടത്തിൻ കീഴ് കൊച്ചിയിലേക്ക് ലയിക്കുകയാണ്. അങ്ങനെയാണ് മാട മഹീശൻ എന്നൊക്കെ പേര് വരുന്നത്, മാടരാജ്യത്തിന്റെ അധിപൻ എന്നുള്ളതിലേക്ക്. അപ്പൊ ഈ മാട് എന്ന് പറഞ്ഞാൽ പശു, അങ്ങനെയാണ് ഗോശ്രീ എന്ന് വന്നേ എന്നും 2-3 അഭിപ്രായങ്ങളുണ്ട്. സംസ്കൃത പദമായിട്ടാണ് ഈ മാടസ്വരൂപം എന്ന് പറയും, ഈ പെരുമ്പടപ്പ സ്വരൂപത്തിന്. അതാണ് മാടരാജാവ്. അങ്ങനെ മാട് എന്നുണ്ട്. ഈ കൊച്ചിയുടെ സംസ്കൃത തൽഭവമാണ് എന്നും പറയുന്നുണ്ട്. ഇതിലിപ്പോ 2 യുക്തി നമ്മുടെ യുക്തി അനുസരിച്ച് സ്വീകരിക്കാം. താങ്ക് യു സർ. ഞാനൊരു പേഴ്സണൽ റീസൺ കൊണ്ട് ചോദിച്ചതാണ്. ഇപ്പോഴും എന്റെ ഗ്രാൻഡ് ഫാദർ പണ്ട് കൊച്ചി രാജാവിന്റെ എന്നല്ല, കൊച്ചി റോയൽ ഫാമിലിയുടെ കയ്യിൽ നിന്നൊരു ഹാർഡ്വെയർ സ്റ്റോർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ഇപ്പോഴും ഗോസ്ട്രീസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ്, എവിടുന്നാണ് അതിനെ പറ്റി വായിക്കാന്ന് അറിയാൻ വേണ്ടി. താങ്ക് യു സർ. I think Joanne had added something to that point. Together with Goshri, there is also another name, Balapuri, that seems to have been used at some point in time.
Joanne is also another youngster who is doing a lot of good work in the area of history, especially Cochin state history. He has also won an award for his Facebook site. Are there Joanne, more? Thank you, you Vinod. want to mention anything? Are there more questions? Yeah. Kochi Maharaja was also called. Okay. Maharaja. Okay. Vinod, good evening. I'm Rajat here. Yes. The Pioneer Palace, as it stands today, can it lend itself to become an auditorium or like a wedding venue, like what the Devaswam board wanted? Instead of pulling it down, can the existing space be utilized, plus maybe with an addition of extra space, thought of with the help of architects like yourself? Can it be reused in that order? Maybe you can have weddings during COVID times because there's limitations for 30 people, 20 people. Not the grand weddings which Malayali usually have. So it can be a small function. But assuming we will be going past this COVID space someday. Yeah, but not for a big gathering. It has its own limitations. You So it told can me that there are around 4-acre land. അതുകൊണ്ട് we can think of something which goes with the heritage building. We can Yes. think of having some areas which can be commercially viable. Yes. Devaswam board will be very happy to have an auditorium or a shopping complex somewhere. ഓഡിറ്റോറിയം ഷോപ്പിംഗ് എന്നല്ല പറയണത്, ഇതുമായിട്ട് ബിൽഡ് എന്താണ് ഹെറിറ്റേജുമായിട്ട് പോകുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് വിച്ച് ഈസ് എന്താണ് കമേഴ്സ്യൽ ഇൻ നേച്ചർ. Definitely. ഇതിന്റെ ഹെറിറ്റേജ് വാല്യൂ പോവാതെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യണം. അത് ഐ തിങ്ക് വി കൻ ഡു ഇറ്റ്. Yes. Thank you, ma'am. Yes. Thank you. Yeah. I think there is a question which Radhika can read. It's by Elizabeth. As a Keralite out of Kerala, can we have a set of heritage site tours, paid ones, so that we know our roots? I'm an architect also. I think we all want to do it, and some people are already doing it. In fact, Palakkad was doing some. I think Balgopal is doing some, and we also want to do. I think there is a huge possibility, and some of them exist. Yes. Anyone wants to add? I think Rajat, who just asked the question, also conducts some really well curated tours in Kerala. So I think you should reach out to Rajat for that. Okay, thanks, Bala. I think as well as Intact Palakkad, you should follow them. And try to have a virtual tour, like someone suggested. Maybe that's even possible. Yes. Most of the questions are over. Can we just see and then we can. So thank you all for all the questions and suggestions. Now I think we have exceeded, like it's almost 8. So I think we'll conclude the session. We'll have the final vote of thanks by Architect Gayatri. She's a member of Intact Thrissur chapter and also a conservation architect. And she has also done a lot of studies on Chittoor heritage and all. So over to you, Gayatri. Yeah. Am I audible? Yes. So, Namaskaram. Good evening, all. So, as you mentioned, I am Gayatri. I am a conservation architect as well as an Intact Thrissur member. So, it's my duty today to acknowledge our deepest gratitude to many people and organizations who have immensely contributed to the protection of this very valuable Pioneer Palace. So, first, I would like to thank Dr. Ashalada Tamburan. So, നമ്മളുടെ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു
കൊട്ടാരം നമ്മളുടെ കൊച്ചിൻ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ തന്നെ കഥ തുടങ്ങുന്നു എന്ന് പറയപ്പെടുന്ന ഒരു തുടങ്ങല്ല, അവരുടെ ഒരു ഇപ്പൊ ഉള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്ന് പറയുന്ന കൊട്ടാരത്തിന്റെ ഈ ഒരു സംരക്ഷണത്തില് തുടക്കം മുതൽ തന്നെ റൈറ്റ് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ് ഇൻസെപ്ഷൻ ഓഫ് ദ പ്രോജക്ട് ടു ഗിവിംഗ് us a lot of sharing her research and giving us a lot of information on the historical background of this palace. So her contribution is significant, very significant in this project. So thank you, ma'am. Also on the same line to Sri Rameshan Tamburan, ഇതേപോലെ തന്നെ ഈ പ്രസന്റേഷനിൽ നമ്മുടെ ഇതിന്റെ ചരിത്രത്തിലേക്ക് ഒരു ഇൻസൈറ്റ് തന്നു, നമുക്ക് ഒരുപാട് സ്റ്റോറീസ് ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള സാർ ഒരുപാട് താങ്ക് യു. ഈ also both of you for being part of this presentation today, taking out your valuable time. Also our deepest thanks to Intact Thrissur chapter convener architect Vinod Kumar MM for proactively taking up this project and giving us all the motivation, as well as without this contribution ഈ ഒരു പാലസ് ചിലപ്പം നിലനിൽക്കുന്നുണ്ടാവില്ല. സോ ആ ഒരു കോൺട്രിബ്യൂഷൻ താങ്ക് യു സോ മച്ച്. ആൻഡ് ടു ദ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ ടീം ലൈക് Radhika, അതേപോലെ ലക്ഷ്മി ആൻഡ് അതർ ആർക്കിടെക്ട്സ് ലൈക് രാഹുൽ, ഹരികൃഷ്ണൻ, മെമ്പേഴ്സ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയാലും ശിവദാസ് ഏട്ടൻ, അതേപോലെ സന്തോഷ് സർ, ഇവരെല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക് ഈ ഒരു പാലസിന്റെ പ്രൊട്ടക്ഷന്റെ അതേപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആണ് അതിന്റെ ഡോക്യുമെന്റേഷൻ, അതിന്റെ ആ ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ വിലയിരുത്തൽ, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തലുണ്ട്. സോ thank you so much for the team. Also to Radhika and Lakshmi for conducting this presentation today and sharing a lot of knowledge to all the participants. Also ഈ ഒരു പ്രോജക്റ്റിന്റെ ഇൻസെപ്ഷനിൽ തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. അവരുടെ സ്റ്റോപ്പ് മെമ്മോ കാരണമാണ് ഈ ഡിമോളിഷൻ പ്രോസസ് ആക്ച്വലി വരാൻ പറ്റിയത്. സോ ആ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ അതിനോട് സഹകരിച്ചിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇവർക്ക് നന്ദി അറിയിച്ചു. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഓരോ മെമ്പേഴ്സ്, ഇൻടാക്ട് തൃശ്ശൂർ ചാപ്റ്ററിന്റെ ഓരോ മെമ്പേഴ്സ് തന്നിട്ടുള്ള മോട്ടിവേഷൻ ഈ പ്രോജക്റ്റിൽ ഓരോ ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ് നമ്മളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയാലും എല്ലാത്തിലും തന്നിട്ടുള്ള സപ്പോർട്ട് വാസ് ഇമ്മൻസ്. ടു ഓൾ ദ പാർട്ടിസിപ്പൻസ് ഹു ആർ ഹിയർ ടുഡേ ഹു ഹാവ് ഹെൽപ് ഇൻ ദ സക്സസ്ഫുൾ എന്താ പറയാ ഈ ഒരു നോളജ് ഷെയറിംഗ് ആൻഡ് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ അതേപോലെ തന്നെ knowledge sharing കഴിയുള്ളൂ. So thank you all the participants for joining us today. Also I would like to thank Intact Palakkad chapter convener Arun, Mr. Arun, for giving us a brief introduction about Intact and its activities. So thank you so much. So hoping for a very positive response in the project in the future, adaptive reuse അതേപോലെ repurposing and ഒരു റവന്യൂ ജനറേഷൻ, വളരെ സെൻസിബിൾ ആയിട്ടുള്ള റവന്യൂ ജനറേഷൻ, ഇതിനെല്ലാം വി ആർ ഹോപ്പിംഗ് ഫോർ എ വെരി പോസിറ്റീവ് റെസ്പോൺസ്. സോ താങ്ക് യു സോ മച്ച്. Thank you, Gayatri. Thank you so much. So I think we'll end the session, but before that, some more questions had come. Should we take it up or? I think maybe they can questions. Maybe we will direct to the people, and possibly they can answer them. I think that will be better. Okay. Okay. So thank you to all the participants. Thank you so much. Have a good day. Thank you.